ഭൂകമ്പത്തിൽ കുലുങ്ങിയതാര് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ PC വിശ്വനാഥ്, രാഹുൽ ഗാന്ധി വലിയ ഒരു ആമുഖമാണ് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് സൃഷ്ടിച്ചത്. ഇന്നിപ്പോൾ ഗുജറാത്തിലെ മൊഹ്സാനയിലെ പൊതു പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഭൂകമ്പമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഒന്നുമില്ല അതിൽ. വളരെ ഗുരുതരമായ ആരോപണമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് മെഹ്സാനയിലെ പൊതുയോഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഈ ആരോപണം മുൻപ് ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളും സുപ്രീം കോടതിയിൽ പ്രശാന്ത് ഭൂഷണും പറഞ്ഞിരുന്നു എന്നതുകൊണ്ട് ആരോപണത്തിൻ്റെ പിന്നിലുള്ള അഴിമതിയും ഇല്ലാതെയാകുന്നില്ല. രണ്ട്, രാഹുൽ ഗാന്ധി ലോകസഭയിൽ പറഞ്ഞിരുന്നെങ്കിൽ ലഭിക്കുന്ന യാതൊരു പ്രിവിലേജും ഇതൊരു തെറ്റായ ആരോപണമാണെങ്കിൽ ഒരു പൊതുയോഗത്തിൽ പറയുമ്പോൾ ലഭിക്കുന്നില്ല. കൃത്യമായി ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ ആരോപണത്തിൻ്റെ മേലുണ്ടാകുന്ന എല്ലാ ഭവിഷ്യത്തുകളെയും ഉത്തരവാദിത്തത്തോടുകൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. മൂന്ന്, സുപ്രീം കോടതി ഇതിൽ പ്രശാന്ത് ഭൂഷൺ സമർപ്പിച്ച കാര്യങ്ങളിൽ ഒരു കേസെടുക്കാൻ പാകത്തിലുള്ള വസ്തുതകൾ പിന്നിലില്ല എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി അതിൻ്റെ എക്സ്റ്റൻഷനാണ് പറഞ്ഞത്. അതുണ്ടാകണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകണ്ടേ? നിങ്ങൾ ഈ പറയപ്പെടുന്ന ആരോപണങ്ങളിലെല്ലാം ഇൻവെസ്റ്റിഗേഷനിൽ കൂടെയാണ്. ഇപ്പോൾ 2Gയുടെ കാര്യത്തിലായിരിക്കട്ടെ, ഒരു പത്രപ്രവർത്തകൻ, മലയാളിയായ ഒരു പത്രപ്രവർത്തകൻ ഗോപികൃഷ്ണൻ്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. അത് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നപ്പോഴാണ് അതിൽ പ്രതികളൊക്കെ ഉണ്ടായത്. നരേന്ദ്രമോദിക്ക് ബ്രൈബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ ബ്രൈബ് ലഭിച്ചിരിക്കുന്നത്. എന്തിനാണ് അത്? കിക്ക് ബാക്കാണ് കിട്ടിയിരിക്കുന്നത്. അതിന് ഈ കോർപ്പറേറ്റുകൾക്ക് ലഭിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒരു സ്വതന്ത്ര ഇൻവെസ്റ്റിഗേഷനിൽ കൂടി പുറത്തു വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും കോടതിക്ക് അപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് പരിഗണിക്കപ്പെടേണ്ട കേസല്ല എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്ന വെല്ലുവിളിയെ ഏറ്റെടുക്കാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറാകേണ്ടത്. പക്ഷേ അങ്ങ് ചൂണ്ടിക്കാട്ടിയ ഈ 2Gയുടെ കാര്യത്തിൽ സുപ്രീം കോടതി ആ വിഷയത്തിൽ ശരിയാണ്, പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ കോടതിയെ സമീപിക്കുകയും ചെയ്തു. അപ്പോൾ പോലും അവരുടെ മുൻകൈയിലും നിരീക്ഷണത്തിലുമൊക്കെയാണ് അതിൻ്റെ അന്വേഷണ നടപടികളിലേക്ക് പോയത്. ഇവിടെയും സുപ്രീം കോടതിയിലേക്ക് തന്നെയാണ് പ്രശാന്ത് ഭൂഷൺ അടക്കം പോയത്. പക്ഷേ കോടതി വിസമ്മതിക്കുകയാണ്. അല്ല, കോടതി വിസമ്മതിക്കുന്നത് എന്താണ്? വന്നിരിക്കുന്ന കടലാസുകളിൽ ഒരു അന്വേഷണത്തിലേക്ക് ഉത്തരവിടാൻ പാകത്തിലുള്ള എവിഡൻസ് വന്നില്ല എന്ന്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ പൊതുസമ്മേളനത്തിൽ ആവശ്യപ്പെടുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അഴിമതി കാണിച്ചിട്ടുണ്ട്. അത് നവംബർ 22-ാം തീയതി ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് മറ്റു രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന്മേൽ ഇൻവെസ്റ്റിഗേഷൻ വേണം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലെ ഏറ്റവും ഗുരുതരമായ ആരോപണമല്ലേ? ശരി, ഒരു കാര്യം കൂടി, അതിനപ്പുറം എന്താണ് ഒരു ഗുരുതരമായ ആരോപണം ഇന്ത്യയിൽ ഈ സാഹചര്യത്തിൽ ഉണ്ടാകേണ്ടത്? ഒരു കാര്യം കൂടി, അതിനുശേഷമാണ് എനിക്ക് ജോർജ് കുര്യനിലേക്ക് പോകാൻ. ഇതിലെന്താണ് ഭൂകമ്പം? അല്ല, ഇത് ഞാൻ പറയട്ടെ, അങ്ങ് പറഞ്ഞു പാർലമെന്റിന് പുറത്താണെങ്കിലാണ് കൂടുതൽ ഉത്തരവാദിത്വം, റിസ്ക്, അതാണ് രാഹുൽ ഗാന്ധി ഏറ്റെടുത്തതെന്ന്. അപ്പോൾ പാർലമെന്റിനകത്ത് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ പോലും ഭൂകമ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അല്ലല്ല, രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ഒരു പൊതുയോഗത്തിൽ നടത്തുന്ന ഒരു പ്രസംഗത്തിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യം മാത്രമാണ് രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിന് ഒരു വിഷയത്തെ സംബന്ധിച്ച് രാജ്യത്ത് പറയാനുള്ളത് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ട കാര്യമില്ല. ശരി, ശ്രീ ജോർജ് കുര്യൻ, രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞതിൽ പുതുമയൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ കൃത്രിമ രേഖകളെ സൂചിപ്പിച്ചുകൊണ്ടല്ല, സർക്കാരിൻ്റെ തന്നെ ഉദ്യോഗസ്ഥ സംവിധാനം എന്ന് വെച്ചാൽ ഇതൊരു സാമ്പത്തിക ക്രമക്കേടാണല്ലോ, അഴിമതിയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ തന്നെ സംയുക്തമായി നടത്തിയ പരിശോധനയിലെ രേഖകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ അഴിമതി ആക്ഷേപം. CBIയും അതുപോലെ തന്നെ ഇൻകം ടാക്സ് അന്വേഷണ വിഭാഗവും ചേർന്നാണ് പരിശോധനകൾ നടത്തിയിട്ടുള്ളത്, മൊഴിയെടുത്തിട്ടുള്ളത്, രേഖകൾ പിടിച്ചെടുത്തിട്ടുള്ളത്, അതിൻ്റെ മേൽ അപ്രൈസൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്, അതിന് അസസ്മെൻ്റ് ഓഫീസർ എന്തു ചെയ്യും എന്ന നടപടിക്രമത്തിൻ്റെ ഘട്ടത്തിലെത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പരിശോധന സ്വാഭാവികഗതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അത് ചൂണ്ടിക്കാട്ടിയാൽ അതെങ്ങനെയാണ് ഇല്ലാത്തൊരു കാര്യം ഉന്നയിക്കുന്നതാണ് എന്ന മറുപടിയിലേക്ക് ഒതുക്കാൻ കഴിയുന്നത്?
അല്ല വേണു, നവംബർ മാസം 26-ാം തീയതി സുപ്രീം കോടതി പറഞ്ഞ കാര്യം ഇപ്പോഴും രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ടില്ല. വിഷ്ണുനാഥ് വിശ്വസിക്കുന്നത് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടെന്നാണ്. അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ആ പ്രശാന്ത് ഭൂഷൺ 61 അനൈസേഴ്സ് കൊടുത്തതിൽ ഒരെണ്ണം പൊക്കി പിടിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, രഹസ്യമായിട്ടുള്ള ഈ രേഖ എൻ്റെ കയ്യിലുണ്ട്, ഇൻകം ടാക്സ് ഓഫീസർ സൈൻ ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി കോൺഗ്രസ്സുകാർ പറയേണ്ട ഒരു കാര്യം, അവർ സഹാറയുടെ കാര്യം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബിർള ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ ഈ ഇൻകം ടാക്സുകാർ റെയ്ഡ് നടത്തിയത് ഒക്ടോബർ മാസം 2013-ലാണ്. അന്ന് UPA ആണ് അധികാരത്തിൽ. നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ആ സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ അന്വേഷണം നടത്തിയില്ല? അന്ന് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന അവസരത്തിൽ എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല? മാത്രമല്ല, സുപ്രീം കോടതി ഇതെല്ലാം പരിഗണിച്ചു. രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ടില്ല എങ്കിലും അദ്ദേഹം ഉയർത്തിക്കാണിച്ച പേപ്പർ ഉൾപ്പെടെ പരിഗണിച്ചിട്ട് JS ഖേഹാറിൻ്റെയും അതുപോലെ തന്നെ അരുൺ മിശ്രയുടെയും ബെഞ്ച് നവംബർ മാസം 26-ാം തീയതി പറഞ്ഞത്, ഈ രേഖയുടെ അവർ സുപ്രീം കോടതി ചോദിച്ചത് ആരാണ് ഇത് എഴുതിയത്? അപ്പോൾ ഒന്ന് സഹാറ ഗ്രൂപ്പാണ്. സഹാറ ഗ്രൂപ്പ് എന്തെങ്കിലും കാര്യം പ്രോപ്പറായിട്ട് തന്നിട്ടുണ്ടോ എന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. അത് സുപ്രീം കോടതിയെ കൊണ്ട് ചോദിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. 2012 ആഗസ്റ്റ് മാസം 31-ാം തീയതി സുപ്രീം കോടതി ഈ സുബ്രത റോയിയോട് ആ നിക്ഷേപകർക്കുള്ള പണം തിരിച്ചു കൊടുക്കാൻ പറയുന്നു. അത് തിരിച്ചു കൊടുത്തില്ല. 2014 മാർച്ച് മാസം 4-ാം തീയതി അദ്ദേഹം ജയിലിൽ പോകുന്നു. ആ 2012 മുതൽ ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ പരോളിന് നീട്ടിക്കിട്ടുന്നതിന് വരെയും സുപ്രീം കോടതിയിൽ കൊടുത്ത രേഖകൾ മുഴുവൻ തെറ്റായിരുന്നു ഈ സഹാറ ഗ്രൂപ്പ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞത്, അവരുടെ വിശ്വാസ്യതയെപ്പറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി സഹാറ ഗ്രൂപ്പിൻ്റെ ആ വിശ്വാസ്യതയെ ചൂണ്ടിക്കാണിച്ചു. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി പറയുന്നു, ശുഭേന്ദു അമിതാഭ് എന്ന് പറയുന്ന ഈ ബിർള ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് എഴുതി വച്ചിട്ട് അയാൾ തന്നെ വേറൊരു വിശദീകരണം കൊടുക്കുന്നു. അത് ഗുജറാത്ത് ആൽക്കലി കെമിക്കൽസ് എന്നാണ്, എൻ്റെ സ്വകാര്യമായിട്ടുള്ള അറിവിന് വേണ്ടി ഞാൻ എഴുതി വെച്ചതാണ്. ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സാക്ഷിയെ, അതായത് കോടതിയുടെ മനസ്സാക്ഷിയെ ഉണർത്താൻ പര്യാപ്തമല്ല എന്ന് ഇന്ത്യയുടെ പരമാധികാര ഏറ്റവും സുപ്രീം കോടതി പറഞ്ഞ കാര്യം ഇത്രയും ദിവസമായിട്ടും നവംബർ 26 തൊട്ട് ഡിസംബർ 21 വരെയും രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ടില്ല എന്നാണ് ഭാരതത്തിലെ ജനങ്ങൾ അറിയേണ്ടത്. മാത്രമല്ല, നമ്മൾ മലയാളികൾ പറയും ഭൂമി കുലുക്കി പക്ഷി എന്ന നാട്ടിൻപുറത്തൊരു പ്രയോഗമുണ്ട്. പക്ഷി അതിൻ്റെ ചില ഭാഗങ്ങൾ കുലുക്കുന്ന അവസരത്തിൽ ഭൂമി കുലുങ്ങുന്നു എന്നാണത് വിശ്വസിക്കുന്നത്. അതുപോലെ രാഹുൽ ഗാന്ധിയുടെ നാക്കനങ്ങുന്നതിനനുസരിച്ച് ഭൂമി കുലുങ്ങുന്നുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. വിഷ്ണുനാഥിന് വിശ്വസിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ, ജനങ്ങൾ വിലയിരുത്തട്ടെ ഈ നേതാവിനെ പറ്റി. ശരി, ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ സുപ്രീം കോടതി തന്നെ ഇതിൽ വിശ്വാസയോഗ്യമായ ഒന്നുമില്ല, ഞങ്ങളുടെ മനസാക്ഷിയെ ഉണർത്താൻ കഴിയുന്ന തരത്തിലുള്ള സംശയങ്ങൾക്കിട നൽകുന്ന ഒന്നുമില്ല എന്ന് പറയുകയുണ്ടായെന്ന് ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. അത് ശരി തന്നെയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത് പരിഗണിച്ച ബെഞ്ച് ഏതാണ്? ജസ്റ്റിസ് JS ഖേഹാർ, അരുൺ മിശ്ര. ഒരു പ്രത്യേകതയുണ്ട് ഈ ബെഞ്ചിന്. ജസ്റ്റിസ് JS ഖേഹാർ അടുത്ത ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആകാൻ പോവുകയാണ്. ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. വിജ്ഞാപനം സർക്കാർ ഇറക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ സൈന്യത്തിലൊക്കെ കാണുന്നത് പോലെ സീനിയോറിറ്റി മറികടന്നുള്ള എന്തെങ്കിലും നിയമനമൊക്കെ നടക്കുമോ എന്ന ആശങ്ക നീതിപീഠങ്ങളുടെ നീതിബോധത്തെയും ബാധിക്കുന്നുണ്ടോ എന്നാർക്കെങ്കിലും സംശയം തോന്നിയാൽ അത് ഈ സാഹചര്യത്തിൽ പ്രസക്തമാണോ? ഒന്ന്. രണ്ട്, ജെയിൻ ഹവാല കേസ് 96, അന്ന് ചീഫ് ജസ്റ്റിസ് JS വർമ്മയാണ്. അന്ന് വെറും ഈ കടലാസുകളാണ്, രേഖകൾ പോലുമല്ല. അന്ന് പേരുകളില്ല, ഇനിഷ്യലുകൾ മാത്രമാണ്. എന്നിട്ടും ആ കടലാസിനുമേൽ ഗൗരവതരമായ അന്വേഷണം വേണ്ടതുണ്ട് എന്ന ഒരു ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിക്കുകയുണ്ടായില്ലേ? ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന ആദ്യത്തെ അന്വേഷണമല്ലേ അത്? അപ്പോൾ ആ ഉത്തരവ് തന്നെയല്ലേ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള നിയമം? ആ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഏത് മനസാക്ഷിയുടെ പിൻബലമാണ് ഈ രണ്ടംഗ സുപ്രീം കോടതി ബെഞ്ചിന് അവകാശപ്പെടാൻ കഴിയുന്നത്?
വേണു ചോദിച്ച ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഒരുപക്ഷെ വേണമെങ്കിൽ ക്വാർട്ടർ ലക്ഷ്യം വരെ ആകാവുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ജഡ്ജിയെ സ്വാധീനിച്ചു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അത് അസംഭാവ്യമൊന്നുമല്ല. ഞാനിപ്പോൾ അത് പറയുന്നില്ല, കാരണം അത് പറയുന്നത് ഇപ്പോൾ ജോർജ് കുര്യനെ പോലെ ഒരാൾ പറയും. അതിനേക്കാളും പ്രധാനം ആ ഹർജി തള്ളിയിട്ടില്ല ഇതുവരെ. ഇപ്പോഴും ആ ഹർജി ലൈവാണ് എന്ന കാര്യം ആദ്യം ഓർക്കുക. അത് തള്ളുകയല്ല ചെയ്തത്. രണ്ടാമത്തെ കാര്യം, വെറുമൊരു കത്ത് പോലും ഹർജിയായി എടുത്ത് അഴിമതി കേസിൽ അന്വേഷിക്കുന്ന പാരമ്പര്യമുള്ള, നേരത്തെ വേണു പറഞ്ഞതുപോലെ ഹവാല കേസിലെ ഇനീഷ്യൽ മാത്രം വച്ച് അന്വേഷിച്ച ചരിത്രമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഈ ചോദ്യം. അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ചോദ്യത്തിന് ഇത്ര ലാഘവത്തോടെ കോടതി കാണുന്നുവെങ്കിൽ ആ കോടതിയെ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയക്കാൻ പറ്റില്ല. മാത്രവുമല്ല, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, ഈ ആരോപണം വളരെ വ്യക്തമായി അരവിന്ദ് കെജ്രിവാൾ വളരെ മുമ്പ് ഉന്നയിച്ചു. ഇത് ഭൂകമ്പമാണോ, രാഹുൽ ഗാന്ധി അത് ശരിവെച്ചത്? തീർച്ചയായും ഒരു പ്രതിപക്ഷത്തിൽ നിന്നും വന്നൊരു ആരോപണം രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു നേതാവ് അംഗീകരിക്കുമ്പോൾ നമുക്ക് സന്തോഷമേ ഉള്ളൂ. ശരിയാണ് ആ കാര്യം. അത് വൈകിയോ വൈകാതിരുന്നോ എന്നൊക്കെ പോട്ടെ. ആദിത്യ ബിർളയുടെയും സഹാറയുടെയും കയ്യിൽ നിന്ന് പ്രധാനമന്ത്രി പണം വാങ്ങിയെന്ന് വളരെ വസ്തുനിഷ്ഠമായി ആദായ നികുതി രേഖകൾ വച്ച് വാദിച്ചപ്പോൾ, നമ്മുടെ രേഖയല്ല, സർക്കാരിൻ്റെ കയ്യിലുള്ള രേഖയാണ്, ആ രേഖ വെച്ച് പറയുമ്പോൾ അത് അന്വേഷിക്കേണ്ടതേ ഇല്ല എന്നൊരു കോടതി പറഞ്ഞാൽ അത് ഈ രാജ്യത്തെ നിയമത്തോട് അത്ര നീതിപൂർവകമായൊരു സമീപനമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ ജോർജ് കുര്യനെ പോലുള്ള ഒരാൾ ഇത് അന്വേഷിക്കേണ്ട എന്നാണ് പറയണമെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ അന്വേഷിച്ച് അത് ഇല്ല എന്ന് തെളിയിക്കാത്തിടത്തോളം അത്തരമൊരു സംശയം കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. ഇപ്പോൾ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ എന്ന് പറയുന്നു. പാർലമെൻറ്റ് പ്രൊട്ടക്ഷനൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. അതിനേക്കാളൊക്കെ പ്രധാനം ഇത് അന്വേഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. സുപ്രീം കോടതിയുടെ വിധി വരട്ടെ. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നു വിചാരിക്കരുത്. ഇത് മുമ്പോട്ട് പോകും, ഒരു സംശയവും വേണ്ട. ഇത് ഭൂകമ്പം ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ അക്ഷരാർത്ഥത്തിൽ ഇത് അന്വേഷിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭൂകമ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി കരുതുന്നത്. പക്ഷേ ശ്രീ CR നീലകണ്ഠൻ, ആർ യു റിലയിങ് ഓൺ സഹാറാസ് ഡോക്യുമെൻറ്റ്സ്? ദേ നെവർ ഹാവ് ജെനുവിൻ ഡോക്യുമെൻറ്റ്സ്. എനിബഡി ക്യാൻ മേക്ക് എ കമ്പ്യൂട്ടർ എൻട്രി അഗൻസ്റ്റ് എ ചീഫ് മിനിസ്റ്റർ ഓർ പ്രൈം മിനിസ്റ്റർ. ക്യാൻ വി ഓർഡർ എ പ്രോബ് ബേസ്ഡ് ഓൺ ഓൾ ദാറ്റ്? ബ്രിങ് ബെറ്റർ മെറ്റീരിയൽ. അവസരം വീണ്ടും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് സാധുവാണോ എന്ന സംശയം നീതിപീഠം പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൊതുതാൽപര്യ ഹർജിക്കാരനോട് കൂടുതൽ നല്ല, ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമായ രേഖകൾ കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ പൊതുതാൽപര്യ ഹർജിക്കാരനെ അന്വേഷണ ഏജൻസിയായി സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്നാണോ? സുപ്രീം കോടതി സ്വാഭാവികമായും ഈ കാര്യത്തിൽ വേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടെന്ത് എന്ന് വിശദീകരിക്കുകയാണ്. അപ്പോഴാണ് അത് പറയേണ്ടവർ പറയുന്ന ഒരു സമീപനത്തിലേക്ക് വരിക. അത്തരമൊരു കാര്യത്തിൽ സുപ്രീം കോടതിയുടെ നടപടിക്രമത്തിൽ ഒരു അസ്വാഭാവികത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിനെ ഞാൻ പറഞ്ഞേ. സുപ്രീം കോടതി ഇങ്ങനൊരു സംശയം വന്നാൽ, ഒരാളൊരു സംശയം ഉന്നയിച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ അറ്റോർണിയെ വിളിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസിയെ വിളിക്കാം, അല്ലെങ്കിൽ കോടതിക്ക് നേരിട്ട് അത് അന്വേഷിക്കാം. ഹവാല കേസിലൊക്കെ ചെയ്ത് അങ്ങനെയാണല്ലോ. കോടതിക്ക് അന്വേഷിക്കാം. 2G സ്പെക്ട്രം കേസിലടക്കം ഇതുപോലെ പല കേസുകളിലും കത്തുപോലും അഴിമതി ആരോപണമായി എടുത്ത് അന്വേഷിച്ച പാരമ്പര്യമുള്ള കോടതി തീരുമാനിക്കേണ്ടതല്ല. തെളിവിൻ്റെ സാധുത ഒരു വാദത്തിലൂടെ അല്ലാതെ എങ്ങനെയാണ് സുപ്രീം കോടതി പോലെ ഒരു കോടതി പരിശോധിക്കുന്നത്? അങ്ങനെയല്ലല്ലോ കോടതി ചെയ്യാറുള്ളത്. ഒരു അന്വേഷണ ഏജൻസിയോട് പറയല്ലേ,